നമസ്കാരം. ഇന്ന് നമ്മള് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബൺ പൊറോട്ടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് വീശി അടിക്കാതെ തന്നെ വീട്ടിൽ തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കടകളിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റില് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൺ പൊറോട്ട നമുക്ക് തയ്യാറാക്കാം. അപ്പൊ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഇതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം 250 ml കപ്പില് 2 കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ആണ്, ടീസ്പൂണിലെ ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വിസ്ക് വെച്ച് ഞാനിത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഈ ഉപ്പും പാലും ഇതെല്ലാം ഒന്ന് എല്ലാമായിട്ട് നന്നായിട്ട് മാവിനകത്ത് എല്ലാം ഒന്ന് മിക്സ് ആയി കിട്ടാനായിട്ട്. അപ്പം എല്ലാം നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. വിസ്ക് അല്ലെങ്കിൽ തവി വെച്ചോ കൈ വെച്ചോ ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചെടുത്താണ് ഇത് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഈ മുട്ട ഈ മാവിനകത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ മാവ് അളന്ന പാത്രത്തിൽ അതിന്റെ സെയിം അളവിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം തന്നെ ആവശ്യമായിട്ട് വരും. ഒന്നിച്ചൊഴിക്കണമെന്നില്ല, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഇത് ഇങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ 2 കപ്പ് മാവിന് ഒരു 1/2 കപ്പോളം വെള്ളം നമുക്കിവിടെ ആവശ്യമായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇങ്ങനെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ മാവ് ഉണ്ടാവുക. അപ്പം ഇത് കുഴച്ച് വന്നു കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. മാവ് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ മാവ് കണ്ടമാനം ലൂസായി പോവും. ഇത്രയും വെള്ളം തന്നെ മതിയാവും. നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ മാവ് സെറ്റായി വന്നോളും. അപ്പോൾ ഇതുപോലെ കുഴച്ച് ഇങ്ങനെ ഒന്ന് സെറ്റായി ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചപ്പാത്തി പലകയിലേക്കോ എന്തെങ്കിലും കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ച് ഇതൊന്നും കൂടെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്താൽ അപ്പം മാവ് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാനായിട്ടാണ് ഇങ്ങനെ ഒന്ന് വലിച്ച് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി കയ്യിലൊക്കെ ഒട്ടുകയാണെങ്കിൽ കയ്യിൽ കുറച്ച് നമുക്കൊരു എണ്ണ തൂത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ കൂടുതൽ പറ്റി പിടിച്ചിരിക്കാതിരിക്കാനായിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ എടുത്ത ബൗളിൽ തന്നെ കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ മാവ് വെച്ച് കൊടുക്കുന്നത്. അപ്പം മാവൊക്കെ പിടിക്കാതൊക്കെ ഇരിക്കാനായിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ മാവ് ഇതിനകത്തേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മാവിൻ്റെ പുറത്തുകൂടിയും നന്നായിട്ട് എണ്ണ തൂത്ത് കൊടുക്കണം. ഇത് ഡ്രൈ ഒക്കെ ആകാതിരിക്കാനൊക്കെ ആയിട്ട് നന്നായിട്ട് എണ്ണ തൂത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 2ഓ അതിലധികമോ സമയം നമുക്ക് വെക്കാം. അപ്പം എത്ര നേരം വെക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ പൊറോട്ട സോഫ്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് ഒരു റാപ്പർ വെച്ചോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി ഇട്ടിട്ടാണെങ്കിലും ഒന്ന് കവർ ചെയ്ത് ഇട്ടാൽ മതി. പുറമൊക്കെ ഡ്രൈ ആകാതിരിക്കാനായിട്ടാണ് അങ്ങനെ. അപ്പോൾ എല്ലാം ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാവ് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് ഈ മാവ് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ട് നമ്മൾ ഇത് ഓരോ ബോളാക്കി എടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ബോളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോള് വെക്കുന്ന പാത്രത്തിലും കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കണം. എന്നിട്ട് ഓരോ ബോളായിട്ട് ഈ പാത്രത്തിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ബോളിൻ്റെ മുകളിലും നമ്മൾ കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതും നമ്മളൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട്
അപ്പം ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ ഒരു അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയും തൂത്ത് കൊടുത്തിട്ട് നമ്മുടെ ഓരോ ബോളും ഇങ്ങനെ വെച്ച് ഒന്ന് പരത്തിയെടുക്കണം. അതായത് നമ്മൾ വീശി അടിക്കുന്നതിന് പകരം കുറച്ച് എണ്ണ കയ്യിൽ ഒന്ന് തൂത്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. കൈവച്ച് തന്നെ പതുക്കെ പതുക്കെ ഇങ്ങനെ കൂടുതൽ ബലം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. അപ്പം നമ്മൾ വീശി അടിക്കുന്നതിന് പകരമായിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ കനം കുറച്ച് ഒന്ന് പരത്തിയെടുക്കുന്നു. വീശി അടിക്കുമ്പോഴാണല്ലോ ഇങ്ങനെ വരുന്നത്. അപ്പം നമ്മൾ വീശി അടിക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് 2 ഭാഗവും അപ്പുറവും ഇപ്പുറവും മടക്കി എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കണം. എന്നിട്ട് നടുഭാഗത്തു നിന്ന് താഴോട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം ഈ ഒരു രീതിയിൽ കിട്ടും. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതും ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. അപ്പം എല്ലാം ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ല കുറച്ചും കൂടെ നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പ് വെക്കാം. ചൂടായി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ചൂടായിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. എന്നിട്ട് ഓരോ ബന്നും ഇതിനകത്തേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ ഇത് കട്ടിയുള്ളത് കാരണം അകമൊക്കെ വെന്ത് കിട്ടണമെങ്കിൽ ഒരു ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു ഭാഗം മുരിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത മറുഭാഗവും ഒന്ന് മുരിച്ചെടുക്കുക. അപ്പം ഇത് 2 ഭാഗവും മുരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ ഒരു ചപ്പാത്തിപ്പലകയിലൊക്കെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ പൊറോട്ടയൊക്കെ അടിക്കുന്ന പോലെ പതുക്കെ ഇങ്ങനെ ഒന്ന് 2 കൈയും കൂട്ടി ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പം ആളാണ് ഇതൊന്നും കൂടെ സോഫ്റ്റ് ആവുകയും ഈ ഉള്ളിലുള്ള ലെയറൊക്കെ ഇങ്ങനെ വേർതിരിഞ്ഞ് ഒരു പൊറോട്ടയുടെ രീതിയിൽ അങ്ങനെ ഇതായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ കയ്യിൽ ചെറുതായിട്ടൊന്ന് എണ്ണ തൂത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി.